ഹായ് ഓൾ. സമ്പത്ത് നമ്മിലേക്ക് വരുന്നതിന് തടസ്സപ്പെടുത്തുന്ന ചില വിശ്വാസങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും മാറ്റേണ്ട ചില വിശ്വാസങ്ങൾ തന്നെയാണത്. ഒന്നാമത്തേത്, ആഗ്രഹിക്കുന്ന പണം കിട്ടിയിട്ട് വേണം എനിക്ക് സന്തോഷിക്കാൻ എന്നുള്ളതാണ്. ലക്ഷ്യം നേടിയിട്ട് സന്തോഷിക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് ആ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കണമെന്നില്ല. പകരം ലക്ഷ്യത്തിലേക്കുള്ള ഓരോ നിമിഷവും നിങ്ങൾ ആസ്വദിക്കുക. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കും എത്തിക്കുന്നത്. രണ്ടാമത്തേത്, ഞാൻ കൂടുതൽ അധ്വാനിച്ചാൽ എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കാം. ഈ വിശ്വാസം ശരിയായിരുന്നെങ്കിൽ കഠിനമായി ജോലി ചെയ്യുന്നവർ കോടീശ്വരന്മാരായി മാറിയേനെ. അതുകൊണ്ട് തന്നെ ശാരീരികമായ അധ്വാനത്തേക്കാൾ വളരെ പ്രധാനമാണ് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവം. നെഗറ്റീവ് മനോഭാവത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് സമൃദ്ധിയുടേതായ അവസ്ഥയിൽ ജീവിക്കുക എന്നാണ് പണത്തെ ആകർഷിക്കാനുള്ള പ്രാഥമികമായ പടി. വെൽത്ത് ഗോളുകൾ സെറ്റ് ചെയ്ത് സ്വയം പ്രചോദിതമായ ആക്ഷനുകൾ എടുക്കുക എന്നാണ് വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴി. മൂന്നാമത്തേത്, സമ്പാദിക്കാനുള്ള വരുമാനം എനിക്ക് ലഭിക്കുന്നില്ല. സേവിങ്സ്. വലിയ വരുമാനമുള്ളവർക്ക് പോലും നാളത്തേക്ക് വേണ്ടി പണം കരുതി വയ്ക്കാൻ സാധിക്കണമെന്നില്ല. അതിനു വേണ്ടത് കൂടുതൽ പണമല്ല, മറിച്ച് സാമ്പത്തിക അച്ചടക്കമാണ്. കൂടുതൽ വരുമാനം കിട്ടിയിട്ട് ഭാവിയിലേക്ക് നിക്ഷേപിക്കാമെന്നാണ് ചിന്തയെങ്കിൽ അത് ഉടൻ തന്നെ നിങ്ങൾ മാറ്റുക. നാലാമത്തേത്, ഇത്രയും പണം നേടാൻ എനിക്ക് അർഹതയില്ല. നിങ്ങൾ എനിക്ക് അർഹതയില്ല എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ഒന്നിനും നിങ്ങൾക്ക് അർഹതയില്ലാതെയായിത്തീരും. വലിയ വെൽത്ത് ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് ഉള്ളിൽ ഇത് നേടാനുള്ള അർഹത എനിക്കുണ്ടോ എന്ന ഡൗട്ട് സ്വയം നിങ്ങൾക്ക് തോന്നി തുടങ്ങിയാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരിക്കലും സാധിക്കില്ല. ഇത്തരക്കാർ സമ്പത്തിൽ നിന്നും സമൃദ്ധിയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നവരാണ്. ആദ്യം തന്നെ നിങ്ങളുടെ ഗോളിൽ ഉറച്ചു വിശ്വസിക്കുക, നിങ്ങളിൽ വിശ്വസിക്കുക. അഞ്ചാമത്തേത്, പണം സമ്പാദിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള ചിന്തയാണ്. ഒരുപക്ഷെ ലോകത്തിലെ 99% പേരും ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കറൻസി നോട്ടുകളല്ല, പകരം അതൊരു ഊർജമാണ് എന്നതാണ്. നമ്മുടെ ഉള്ളിലെ പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ മാത്രമാണ് സമ്പത്ത് നമ്മിലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇത്തരത്തിൽ പണത്തെക്കുറിച്ചുള്ള ധാരാളം തെറ്റിദ്ധാരണകൾ നമ്മുടെ ഉള്ളിലുണ്ടാകും. ഇവയെ മറികടക്കാനുള്ള വഴി എന്താണ് എന്നും എങ്ങനെയാണ് പണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കേണ്ടതെന്നും മനസ്സിലാക്കുക എന്നതാണ്. എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണത്തെ ഈസിയായി ആകർഷിക്കാം, അതിനുള്ള മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ എങ്ങനെ കഴിയും. ഇപ്പോൾ എന്തുണ്ടോ അതിൽ സ്നേഹവും കടപ്പാടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായ ആവശ്യം. ചില പ്രാക്ടീസുകളിലൂടെ സമ്പത്ത് നേടാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമുക്ക് തീർച്ചയായും എത്തിച്ചേരാൻ കഴിയും. അടുത്ത വീഡിയോയിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ഷെയർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.